എല്ലാ കാലത്തും നെഹ്റു കുടുംബത്തെ പിന്തുണച്ച ഒരു കാലത്ത് കോൺഗ്രസ് കോട്ടയായിരുന്ന റായ്ബറേലിയിലും അമേഠിയിലും മത്സരിക്കാൻ മടിക്കുകയാണ് നെഹ്റു കുടുംബത്തിലെ ഇളയ തലമുറ. പരാജയ ഭീതി കാരണമാണ് രാഹുലും പ്രിയങ്കയും മത്സരിക്കാൻ ഇപ്പോൾ മടിക്കുന്നത്. പ്രചരണത്തിനിറങ്ങാൻ മത്സരിക്കാനില്ല എന്നാണ് പ്രിയങ്കയുടെ നിലപാടെങ്കിൽ കഴിഞ്ഞ തവണ അമേഠിയിൽ വെച്ച് സ്മൃതി ഇറാനിയുടെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്ന നാണം കെട്ട തോൽവിയാണ് രാഹുൽ ഗാന്ധിയെ പിന്നോട്ടടിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ നിന്നും പ്രിയങ്ക ഗാന്ധിയെ റായ്ബറേലിയിൽ നിന്നും മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം പഠിച്ച പണി 18 പയറ്റുന്നുണ്ടെങ്കിലും രാഹുലും പ്രിയങ്കയും അടുക്കുന്നില്ല എന്ന് തന്നെയാണ് സൂചന. ശാരീരിക വിഷമങ്ങളാൽ സോണിയാഗാന്ധി ഇത്തവണ മത്സരിക്കാത്ത സാഹചര്യം ഉണ്ടായതോടെയാണ് റായ്ബറേലിയിൽ ഒഴിവ് വന്നത്. എന്നാൽ കോൺഗ്രസിന്റെ മുഖമായ രാഹുലും പ്രിയങ്കയും ഒരു മത്സരം ഏറ്റെടുക്കാൻ തയ്യാറാകാത്തത് കോൺഗ്രസിന്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ട്. ഒരു തിരിച്ചടി വരുമ്പോൾ ഒളിച്ചോടുന്ന ഇവർ എങ്ങനെയാണ് ഒരു പാർട്ടിയെയും അതിനപ്പുറം ഒരു രാജ്യത്തെയും നയിക്കുക എന്ന അടിസ്ഥാനപരമായ ചോദ്യവും ഉയരുന്നുണ്ട്. 4ാം ഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നിട്ടും കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ എവിടെയാണ് മത്സരിക്കുക എന്നതിൽ ഒരു തീരുമാനവും ആകാത്തത് പാർട്ടിയെയും ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള 4ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉത്തർപ്രദേശ് PCC അധ്യക്ഷൻ അജയ് റായി മത്സരിക്കും. ആസാം, ആൻഡമാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മണിപ്പൂർ, മിസോറാം, രാജസ്ഥാൻ, തമിഴ്നാട്, UP, ഉത്തരാഖണ്ഡ്, ബംഗാൾ എന്നിവിടങ്ങളിലെ 46 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള 18 പേരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ കാലം ഏതാണ്ടൊക്കെ അവസാനിച്ച മട്ടാണ്. മുതിർന്ന നേതാക്കൾക്ക് പോലും മത്സരിക്കാൻ ഭയമാണ്. ഇങ്ങനെ പോയാൽ അധികം താമസിയാതെ കോൺഗ്രസ് എന്ന പാർട്ടിയെ നാമാവശേഷമാകും. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.